അച്ഛാ, പ്രാഗി പ്രാഗി എന്റെ കുഞ്ഞിനെ നീ താഴെ ഇട്ടു അല്ലേ? അതിന് എന്തെങ്കിലും ആവട്ടെ. നോക്കുന്ന കൂട്ടത്തിലെ എന്റെ കുഞ്ഞിനെ നീ നന്നായിട്ട് നോക്കണം. മഹാലക്ഷ്മി എന്നത് പേരിൽ മാത്രം മതി. ഇനി നീ ആ വീട്ടിലെ മഹാലക്ഷ്മി ഒന്നും ആവാൻ നോക്കണ്ട. കമലേശ്വരത്ത് കയറി ഭരിക്കട്ടാന്ന് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. എന്ത് മനസ്സിലായിട്ടാ? അയ്യോ, കണ്ടിട്ടവൻ. എന്താടി നീ ഒന്നും മിണ്ടാത്തെ? എടീ, ഞാനും എന്റെ അമ്മയും അങ്ങോട്ട് കയറി വരുമ്പോ എന്റെ കുഞ്ഞ് നിറകണ്ണുകളോട് നിൽക്കുന്നത് കണ്ട നിന്റെ രണ്ട് കാര്യം ഞാൻ തല്ലി ഒഴുകും. നിന്റെ കഴുത്തി പിടിച്ച് ഞാൻ ഞെരിക്കും. ഇവിടെ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ വേണം അവിടെയും അടിമയെ പോലെ ജീവിക്കാൻ. കാലിന് ചലനശേഷിയില്ലാത്തവനെ നോക്കണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. കൂട്ടത്തിൽ എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണം, കണ്ണിലേക്ക് ഇഷ്ടമണി പോലെ. അവക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി കൊടുക്കണമെന്ന്. എന്നിട്ട് എന്റെ കരുണമോളുടെ മുമ്പിൽ നീ പഞ്ചപുച്ഛം അടക്കി നിൽക്കണം. അതാണ് ഈ ജന്മം ദൈവം നിനക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. മറക്കണ്ട. അത് കരുണ താഴെ വീണ് മുട്ടുപൊട്ടിയ കാര്യം അവള് വിളിച്ചു പറഞ്ഞു തോന്നുന്നു. അതുകൊണ്ട് അച്ഛൻ നല്ല ചൂടില്ല. കരുണെ താഴെ വീഴ്ചതും അവളുടെ മുട്ടുപൊട്ടിച്ചതും താനാണോ? അവളുടെ കാര്യത്തിൽ അങ്ങനാ. അവളുടെ ശരീരത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചോര പൊടിഞ്ഞ അത് അച്ഛനും അവളുടെ മുത്തശ്ശിക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല. എന്റെ ഭാര്യ വേദനിപ്പിക്കുന്നത് എനിക്കും. അച്ഛൻ എന്തു പറഞ്ഞാലും ഒന്നും മനസ്സിൽ വെക്കരുത്. അച്ഛനും മുത്തശ്ശിക്കൊക്കെ ദേഷ്യം വന്ന വായി തോന്നൊക്കെ വിളിച്ചു പറയുന്ന കൂട്ടത്തിലാ. വീട്ടിലുള്ളപ്പോ ഇതൊക്കെ കേട്ട് എനിക്ക് ശീല. അതുകൊണ്ട് അതൊന്നും എന്നെ നോവിക്കില്ല. നിങ്ങളൊക്കെ എന്താ ഒന്നും കഴിക്കാത്ത? അത് പിന്നെ ഏട്ടനും കൂടെ വരട്ടെന്ന് കരുതിയിട്ടാ. എന്റെ വീട്ടിൽ ഈ സിസ്റ്റം ഒന്നുമില്ല. വിശക്കുന്നവര് വന്നിരുന്ന് കഴിക്കും. ആർക്കു വേണ്ടിയും കാത്തിരിക്കാറൊന്നുമില്ല. ഞാൻ വിളമ്പാം. വേണ്ട. താനൊരിക്കേ പറഞ്ഞു കേട്ടില്ലേ? ഇരിക്കേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.